ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ റോൾ എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് ജെൻഡർ റോൾ എന്നാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ എന്താണെന്നുള്ള കാര്യമൊക്കെ, ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ജെൻഡർ റോൾ എന്താണെന്ന് പറയാം. ജെൻഡർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒരു ഇൻ്റർവ്യൂസൊക്കെ കാണുമല്ലോ ഓരോരുത്തരുടെ ആക്ടേഴ്സിൻ്റെ. അപ്പോൾ ഇൻ്റെ റോള് ഇന്നതാണ്, ആ റോള് ചിലപ്പോൾ ഒരു ലോയർ ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ പോലീസാണ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയില്ലേ. അതുപോലെ നമ്മുടെ സൊസൈറ്റി കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ഓരോ ജെൻഡറിനും വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഒരു റോള് എന്ന് പറയില്ലേ, ഇന്ന ആൾ ഇന്നതുപോലെയൊക്കെ ചെയ്യണം. നമ്മുടെ സൊസൈറ്റി കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയാം. അത് ഇപ്പോൾ ഓരോ സൊസൈറ്റിക്കും അനുസരിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ജനറലി സ്പീക്കിംഗ് നമ്മൾ മെന്നും വിമനുമാണ് രണ്ട് ജെൻഡേഴ്സായിട്ട് പറയാം. അതല്ലാണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു ജെൻഡർ സ്പെക്ട്രം തന്നെ ഉണ്ട്, കുറേ ആൾക്കാർ അതിലുണ്ട് എന്നൊക്കെ. അപ്പോൾ മെന്നും വിമനും അല്ലാത്തവർക്കായാലും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സൊസൈറ്റി ഓരോ റോൾ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതിൽ നിന്നിട്ട് ജനറലി പറയുമ്പോൾ ഈ രണ്ട് മെന്നിലും വിമനിലും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ആൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ആവുമ്പോൾ ഇതൊക്കെയാണ് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പെൺകുട്ടി ആകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്ന് ഒരു സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തന്നെ വളരെയധികം റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. ഇത് നമ്മൾ വളരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഒരു ആൺകുട്ടി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ആൺകുട്ടി വല്ലാണ്ട് കരയുകയൊക്കെ ചെയ്യുമ്പോൾ, ഒരു സഭയിൽ എന്തിനേലൊക്കെ വിഷമം വന്ന് കരയുക, കുറച്ച് തൊട്ടാവാടി ആയാൽ അവരെന്തിനോ നമ്മൾ പറയും, നീ ഒരു ആൺകുട്ടിയല്ലേ, പുറത്ത് പോയി ജീവിക്കേണ്ടേ, നാലാളുടെ ഇടയിൽ ഇറങ്ങി ജീവിക്കേണ്ടവനല്ലേ, ഇങ്ങനെ പാവായാലോ, ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്കും സങ്കടപ്പെട്ടാലോ, കരഞ്ഞാലോ, കണ്ണീരൊഴുക്കി കരയരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മളൊരു തരത്തിൽ അവർക്കൊരു ജെൻഡർ റോൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ കുട്ടിക്കൊരു ജെൻഡർ റോൾ, ആൺകുട്ടികൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, വൾനറബിൾ ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ അതങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതിലേ തൊട്ടിട്ട്. അതേപോലെ പെൺകുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുക, ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയും പെൺകുട്ടിയാണ്, വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊന്നും ശരിയല്ല, വളർത്തുദോഷമാണെന്ന് പറയും എന്നുള്ള രീതിയിൽ അവർക്കും പെൺകുട്ടികൾക്കും ആ ഒരു രീതിയിൽ നമ്മളൊരു റോൾ അസൈൻ ചെയ്ത് കൊടുക്കും. എൽഡേഴ്സ്, പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ, സറൗണ്ടിങ്ങിലുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഓരോ റോള് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ആ സൊസൈറ്റിക്ക് ആ സമയത്ത് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ആ ജെൻഡറിന്, ഒരു പെർട്ടിക്കുലർ ജെൻഡറിന് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുക. വളരെ കുഞ്ഞിലെ തൊട്ടിട്ട് പഠിപ്പിച്ചെടുക്കുന്നതാണ് ഈ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസ് എന്താ, ഇത് പറയേണ്ട കാര്യമില്ല. ഗേൾസൊക്കെ ഒബീഡിയൻ്റ് ആയിരിക്കണം, സബ്മിസീവ് ആയിരിക്കണം, ടോളറൻ്റ് ആയിരിക്കണം, ജനറസ് ആയിരിക്കണം, ഭൂമിയോളം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവളായിരിക്കണം പെണ്ണെന്നാണല്ലോ പറയുക. ആ രീതിയിൽ. അതല്ലെങ്കിൽ എന്തായി, അവൾ തൻ്റേടിയായി, വാശിക്കാരിയായി, അഹങ്കാരിയായി. നമ്മുടെ അഭിപ്രായം, നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെന്തായി, അഹങ്കാരികളാവും, അവർ വളർത്തുദോഷമാവും. അങ്ങനെയുള്ള രീതികളിലൊക്കെ അവർ ഒരു ചീത്ത സ്വഭാവം അല്ലെങ്കിൽ കുറച്ച് പ്രശ്നക്കാരിയൊക്കെ ആയിട്ട് മുദ്രകുത്തപ്പെടും. ഇനി ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് ഇത് പ്രശ്നമില്ല, കുറച്ച് അഗ്രസീവും ഡൊമിനൻറ്റും അഡ്വഞ്ചറസും ഔട്ട് സ്പോക്കണൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ അവരവരുടെ അഭിപ്രായം തുറന്ന് പറയുക, ആരുടെ മുന്നിലും പേടിയില്ലാണ്ട് തുറന്ന് പറയുക. കുറച്ച് അഗ്രസീവ് ആയാലും കുഴപ്പമില്ല. ആൺകുട്ടികളൊരു സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചാലും ചില ഫാമിലിയിലെങ്കിലും അതൊന്നും കുഴപ്പമില്ല, അതിനൊരു ആൺകുട്ടിയല്ലേ, അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും, അത്രയേ ഉള്ളൂ, ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ദേഷ്യമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ട്രഡീഷണലി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഇതേപോലെ ബോയ്സിനെയൊക്കെ നമ്മൾ ഇമോഷൻസ് കാണിക്കുന്നതിന്, നമ്മുടെ വിഷമമായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമോഷൻസൊക്കെ പബ്ലിക്കലി പുറത്ത് കാണിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിൽ പറയാനുള്ളത്. ഈ സോഷ്യോളജിയിൽ ജെൻഡർ റോൾസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ്. ജെൻഡർ റോൾസ് റിഫർ ടു ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് കൾച്ചേഴ്സ് ആട്രിബ്യൂട്ട് ടു ഈച്ച് സെക്സ്. ഓരോ സെക്സിനും നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയറിനെയാണ് ജെൻഡർ റോൾ എന്ന് പറയുക. നമ്മുടെ
കൾച്ചറൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നോംസും റൂൾസും ഒക്കെ വെച്ചിട്ടാണ് ഒരു റിയൽ മാൻ അല്ലെങ്കിൽ റിയൽ വുമൺ എന്നുള്ള കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജെൻഡർ റോളുകളൊക്കെ നമ്മൾ പെർസീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ സമൂഹത്തിന് ചിലപ്പോൾ നമുക്ക് ഇന്ന് ആക്സെപ്റ്റബിൾ ആയിട്ട് ഒരു ആൺകുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം 10 വർഷം മുന്നേ അല്ലെങ്കിൽ 50 വർഷം മുന്നേ ഇതേ സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ ആവില്ല. അപ്പോൾ സമയം മാറുന്നതിനനുസരിച്ചിട്ട് ഈ സൊസൈറ്റിയുടെ സ്വഭാവം മാറും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ വേണം. അപ്പോൾ അവർ സമൂഹം പറയും ഇന്ന രീതിയിലാണ് ആൺകുട്ടികൾ വേണ്ട അല്ലെങ്കിൽ പെൺകുട്ടികൾ വേണ്ട അല്ലെങ്കിൽ മറ്റ് ജെൻഡേഴ്സ് വേണ്ടതെന്നൊക്കെ പറയുന്നത് സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ബിഹേവിയേഴ്സ് കാണിക്കുന്ന രീതിയിലാവണം ഓരോ ജെൻഡറിനെയും നമ്മൾ പറയുക. ഈ ജെൻഡർ റോൾ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ജോൺ മോണിയാണ്. 1955 ഈ ടേം പ്രൊമിനൻ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയത്. ഇനി ജെൻഡർ റോൾസ്, ടൈപ്സ് ഓഫ് ജെൻഡർ റോൾസ് ആണ് പറയാനുള്ളത്. കാരോലിൻ മോസേഴ്സിൻ്റെ ഫ്രെയിം വർക്കിൽ പെടുന്ന ജെൻഡർ റോളിൻ്റെ ടൈപ്പുകൾ. റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റോളുണ്ട്. റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തന്നെ കുട്ടികളെ ഗർഭം ധരിക്കുക, അവരെ വളർത്തുക, പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതേപോലെ കുട്ടികളെ ആയാലും വീടായാലും പാർട്ട്നേഴ്സിനെ ആയാലും ഒക്കെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലാണ് ഈ റീപ്രൊഡക്റ്റീവ് റോള് വരിക. പ്രൊഡക്റ്റീവ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പോവുക, ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുക, കാശ് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിപ്പോൾ മാർക്കറ്റ് ബേസ്ഡ് വർക്ക് ആവാം, ഹോം പ്രൊഡക്ഷൻ ആവാം, അഗ്രികൾച്ചർ, എന്ത് ജോലി ചെയ്താലും ആ ജോലിക്കൊരു ഫിനാൻഷ്യലായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കുന്നതിന്, ഒരു വേജസ് കണ്ടെത്തുന്നതിനൊക്കെയാണ് ഈ പ്രൊഡക്റ്റീവ് റോളിൽ വരിക. അതിപ്പോൾ രണ്ടും ആണിനും പെണ്ണിനെയും അതിൽ ഉൾപ്പെടുത്തും ഈ പ്രൊഡക്റ്റീവ് റോളിൽ. പക്ഷേ റീപ്രൊഡക്റ്റീവ് റോളിൽ അധികവും എന്താണ് വരിക, പെണ്ണുങ്ങളാണ് വരിക. ഇനി കമ്മ്യൂണിറ്റി മാനേജിങ് റോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി വിമൺ ആണ് ഈ റോളിൽ വരിക, ഈ റോള് ചെയ്യുന്നതായിട്ട് വരിക പ്രൈമറിലി വിമൺ ആണ്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ അമ്മമാർ, പൊതുവെ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ വീട് നോക്കുക. എന്താ അമ്മ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളെന്തൊരു ഒന്നും ചെയ്യില്ല, വീട്ടിലിരിക്കുക, ഹൗസ് വൈഫാന്ന് പറയും. പക്ഷേ നമുക്കൊരു ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് അറിയണം ഒന്നും ചെയ്യുന്നില്ല എന്ന് പലരും പറയുമ്പോഴും 24/7 നമ്മൾ എന്ത് ചെയ്യാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു വാവകളുള്ള അമ്മമാരാണെങ്കിൽ ഉറങ്ങുമ്പോൾ കൂടിയും എന്താണ് അവർ ഫീഡ് ചെയ്യുന്നുണ്ടാവും, കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടാവും. കുട്ടികൾ ഉറക്കത്തിൽ കരഞ്ഞ് നീറ്റാൽ അവരെ എടുക്കുക, ഉറക്കുക, വീണ്ടും എടുത്ത് നടക്കുക, ഉറക്കുക. അപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ളൊരു 5-6 മണിക്കൂർ ഒരു ഉറക്കം പോലും മിസ് ചെയ്യുന്നവരായിരിക്കും ഈ അമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, കാശ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വീട്ടിലെ ആണുങ്ങൾ പുറത്ത് പോയി കാശ് സമ്പാദിച്ച് വരും. ആ കാശ് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അതൊക്കെ കഴിയുമ്പോൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ ഗ്യാസ്, ഇതൊക്കെ കഴിയുന്നത് എപ്പോഴാണ്, അടുത്തത് എപ്പോൾ വേണം, അങ്ങനെ മൊത്തത്തിലൊരു വീടിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അതും അൺപെയ്ഡ് ആയിരിക്കും. അൺപെയ്ഡ് വോളണ്ടറി വർക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വോളണ്ടറി അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. നമുക്കത്ര ഇഷ്ടമില്ല, സന്നദ്ധരല്ലെങ്കിൽ പോലും നമ്മളങ്ങനെ നമ്മുടെ സമൂഹം നമ്മളെ സന്നദ്ധരാക്കും എന്നുള്ളതാണ്. സ്ത്രീകളെ പ്രത്യേകിച്ച് അതിനുവേണ്ടി സന്നദ്ധരാക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി മാനേജിങ് റോളാണ് അടുത്തത്. അത് പ്രൈമറിലി വിമൺ ആണ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് റോള്, അത് ഈ പറഞ്ഞ മാതിരി ആണുങ്ങളാണ് കൂടുതലായിട്ടും അവിടെ മുന്നോട്ട് വരുന്നത് ഈ പൊളിറ്റിക്സിലൊക്കെ. പൊളിറ്റിക്സിൽ നമുക്കറിയാലോ, പൊളിറ്റിക്കൽ റോള്, ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ അതിന് പെയ്ഡായിരിക്കും. ചിലപ്പോൾ അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിപ്പോവും, ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള രീതിയിൽ എന്താവും, ഈ പൊളിറ്റിക്സ് ചെയ്യുമ്പോഴും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഏതെങ്കിലും രീതിയിലായിട്ട്. അതാണ് വേറെ റോള് പറഞ്ഞത്. പിന്നെ മൾട്ടിപ്പിൾ റോൾസ് ആണ്. മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ജനറലി പറയുമ്പോഴും എല്ലാ കേസിലും എക്സെപ്ഷൻസ് ഉള്ള പോലെ ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ടാവും. വിമൻ ആണ്, സ്ത്രീകളാണ് കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ളത്, മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുക. മെന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ആണുങ്ങളെ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അവർക്ക് ഒരു കറിക്ക് അരിയുമ്പോൾ തന്നെ മറ്റൊരു കറി വെക്കാൻ പറ്റും, ചോറ് വെക്കും, അതിൻ്റെ കൂടെ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കറി ചെയ്യുന്ന പോലെ അത് മാത്രമല്ല, അടുക്കളയിലെ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കഷ്ണരിയും അല്ലെങ്കിൽ ജോലിക്ക് പോണതിൻ്റെ കൂട്ടത്തിൽ അവർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യും, പാരൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യും, കുട്ടികളെ പഠിപ്പിക്കും, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടും. എല്ലാ കാര്യങ്ങളും അവരുടെ തലയിൽ കൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വീട്ടിലത്തെ കാര്യങ്ങളായാലും ഓഫീസിലത്തെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങളായാലും എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് പോകും. പക്ഷേ പുരുഷന്മാർക്ക് പൊതുവെ വീട്ടിലത്തെ കാര്യം, ഓഫീസിലത്തെ ഒരു കാര്യം, ഓഫീസും വീടും കൂടെ മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ രണ്ടും, വീടും ഓഫീസും മാനേജ് ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അവർക്ക് ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഈ ടി വി കണ്ടുകൊണ്ട് ഫോൺ ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാകും. സൗണ്ടൊക്കെ കുറച്ച് വെക്കുക, എന്നിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്താ അവിടെ ഫോണിൽ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല, അങ്ങനെയുള്ള. പക്ഷേ സ്ത്രീകൾക്ക് അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നണില്ല. അവർ കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മൾട്ടിപ്പിൾ റോൾസ് ചെയ്യാൻ കുറച്ചും കൂടെ കഴിവ് സ്ത്രീകൾക്കായിട്ടാണ് തോന്നുന്നത്. ഇനി ട്രഡീഷണലും മോഡേണും ജെൻഡർ റോൾസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ട്രഡീഷണലി പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് വിന്നേഴ്സാണ്. അതായത് നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ട, നമ്മളൊരു കുടുംബം അല്ലെങ്കിൽ സൊസൈറ്റി സിവിലൈസ്ഡ് ആയിട്ട് വരുമ്പോൾ ആ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുടുംബം മുന്നോട്ട് പോവേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. അതായത് സമ്പാദിച്ചു കൊണ്ടുവരാം, പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കും ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയുന്നത്. സ്ത്രീകൾ അവിടെ ബാക്കിയെല്ലാം ഈ കൊണ്ടുവരുന്ന കാശ് വെച്ചിട്ട് അവിടുത്തെ കെയർ ഗീവേഴ്സ് ആയിരിക്കും. നമ്മുടെ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, കുട്ടികളെ നോക്കുക, കുട്ടികളെ വളർത്തുക, പ്രസവിക്കുക, വളർത്തുക, വലുതാക്കുക, അവരുടെ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് സ്ത്രീകൾ ട്രഡീഷണലി. പിന്നെ അതേപോലെ നമ്മളുടെ റിലീജിയൻ, ഹിസ്റ്ററി, കൾച്ചറൽ ബിലീഫ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് നിലനിൽക്കുന്നത്. ഓരോ മതത്തിലും എന്താണോ പറയുന്നത്, ചില മതത്തിൽ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കാൻ വിടില്ല, അല്ലെങ്കിൽ ദൂരത്തേക്ക് വിടില്ല, അവരുടെ വസ്ത്രധാരണത്തിൽ ഇങ്ങനെ ഈ രീതികൾ വേണമെന്നുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഹിസ്റ്ററി എടുക്കണമെന്നില്ല. ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഈ കുടുംബത്തിലെല്ലാ ഇങ്ങനത്തെ സിസ്റ്റമാണെന്ന് പറഞ്ഞിട്ടാണ് പറയുക. ഇവിടെ എല്ലാവരും ആണുങ്ങൾ കഴിച്ചതിന് ശേഷമാണ് പെണ്ണുങ്ങൾ കഴിക്കുള്ളൂ, അങ്ങനെയാണ് ഇവിടെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഹിസ്റ്ററിക്ക് അനുസരിച്ചിട്ടാണ് അടുത്ത് പോവുക. അതേപോലെ കൾച്ചറൽ ബിലീഫുകൾ, നമ്മുടെ ഒരു കൾച്ചറിൽ എങ്ങനെയൊക്കെയാണ് വിശ്വാസങ്ങൾ, അതിനനുസരിച്ചിട്ടൊക്കെയാണ് ട്രഡീഷണലി ജെൻഡർ റോൾസുകളൊക്കെ നിലനിന്ന് വന്നിട്ടുള്ളത്. പക്ഷെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ കുറച്ചും കൂടി ഈ കാലഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ജെൻഡർ റോൾസ് കുറച്ചും കൂടെ ഇക്വാലിറ്റീനെ ബേസ് ചെയ്തിട്ടായി. ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വർക്കിംഗ് ആണ്, രണ്ടുപേരും ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ രണ്ടുപേരും രാവിലെ ആയാൽ ജോലിക്ക് പോകാന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ട് വേണം നോക്കാൻ. ചിലപ്പോൾ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ശമ്പളവും ഫിനാൻഷ്യലി കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവുക സ്ത്രീകളായിരിക്കും. അപ്പോൾ അവരും കൂടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും, ഫാമിലിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ വീട്ടു ജോലികൾ ചെയ്യാന്നുള്ളതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ വന്നു തുടങ്ങി മോഡേൺ ജെൻഡർ റോൾസിൽ. എല്ലാതും ഒരാൾക്ക് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമായിട്ടൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലേക്ക് ചിലവ് നടത്തുന്നത് ആണുങ്ങൾ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. സ്ത്രീകളുടെയിലും കാശുണ്ടാവും. ഇന്നത്തെ കാലത്ത് അവരും ഏൺ ചെയ്യുന്നത് കൊണ്ട് അവരും ചെയ്യാം. അതേപോലെ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കൽ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ആരാണോ നേരത്തെ വരുന്നത് അവർ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അത് സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല, പുരുഷന്മാർ നേരത്തെ എത്തി അവർ ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനെയുള്ള രീതിയിലൊരു ഷെയറിങ് മെൻറ്റാലിറ്റിയിലേക്കൊക്കെ മാറി ട്രഡീഷണൽ ജെൻഡർ റോൾസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് മോഡേൺ ജെൻഡർ റോൾസ്. ഇനി എങ്ങനെയാണ് ഈ ജെൻഡർ റോൾസ് നമ്മൾ പഠിച്ചെടുക്കുന്നത്? നമ്മൾ കുഞ്ഞായിട്ട് വരുമ്പോൾ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നാണ് ആദ്യമേ പറയാം. നമ്മൾ ജനറേഷൻസ് വഴി, പാസ്റ്റ് ത്രൂ ജനറേഷൻസ് ആണ് ഓരോ കുട്ടിയും ഈ ജെൻഡർ ഡിഫറൻസസുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ, വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസ്, മറ്റ് സിബ്ലിങ്സ്, അവരുടെ അടുത്തു നിന്നൊക്കെയാണ് നമ്മൾ ഈ പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ പാരൻസ് പറയും, ചിലപ്പോൾ വീണ കരഞ്ഞാൽ പറയും ഈ ആൺകുട്ടിയില്ലേ, ആൺകുട്ടികൾക്കൊക്കെ വേദനയൊക്കെ സഹിക്കാൻ പറ്റണം, കരയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാവും നമ്മുടെ പാരൻസ്, നമ്മുടെ മുതിർന്ന ആൾക്കാർ പറഞ്ഞു കേട്ട് ശീലിച്ച കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ തിരിച്ചും പറയും. അപ്പോൾ അവരും അത് പഠിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ജനറേഷൻസ് ആയിട്ട് ഈ ജെൻഡർ റോൾസ് പഠിച്ചു വരും, ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ പഠിച്ചു വരും. പിന്നെ പറയുന്നതാണ് ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പം നമ്മൾ
ഒരു എന്തെങ്കിലും ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ മരം കയറുകയും അല്ലെങ്കിൽ കാലുമ്മ കാല് കയറ്റി വെച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വല്ലാണ്ട് നമ്മൾ ചീത്ത പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല പൊതുവെ. പക്ഷേ ഇതന്നെ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അവർ പറയും, എന്താ ഈ കാട്ടിന്, ഈ ഒരു പെൺകുട്ടിയിലെ മരം കയറാൻ പാടും, കാലിങ്ങനെ വയ്ക്കാൻ പാടും, കാലുമ്മ കയറ്റി വയ്ക്കാൻ പാടും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കുന്നതും നമ്മൾ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയുള്ള ജെൻഡർ റോളുകൾ പഠിക്കുക. ഒരു വട്ടം കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് അടി കിട്ടുക അല്ലെങ്കിൽ നല്ല ചീത്ത കേൾക്കുക ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം ആ കുട്ടിക്ക് അങ്ങനെ കാല് കയറ്റി വെക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഓർമ്മ വരെ ഈ അടിയോ അല്ലെങ്കിൽ ഈ ചീത്ത പറഞ്ഞതോ. അപ്പോൾ ഞാൻ പെൺകുട്ടിയാണ്, ഇത് ചെയ്യാൻ പാടില്ല. ഇതേ പെൺകുട്ടി നാളെ ആ കുട്ടിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഇതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റിൽ കൂടിയും ഈ ജെൻഡർ റൂളുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ എൻകറേജ്മെൻറ്റുകളൊക്കെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എങ്ങനെ എൻകറേജ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൺകുട്ടികളെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല കാര്യങ്ങൾ ഇപ്പോൾ സ്പോർട്സിൽ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മരം കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ആൺപിള്ളേരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, നന്നായിട്ട് മിടുക്കനായിട്ട് എന്നുള്ള രീതി. പക്ഷെ പെൺകുട്ടികൾ അത് ചെയ്യുന്നതിനല്ല, നന്നായിട്ട് ഒരുങ്ങി നടന്നാൽ നല്ല സുന്ദരി ആയാൽ അവരുടെ സോഷ്യൽ ബിഹേവിയർ, ഒരു നാലാൾ കൂടിയിരിക്കുമ്പോൾ നല്ല അച്ചടക്കത്തിൽ, ഈ അച്ചടക്കവും ഒക്കെ നമ്മൾ ഈ ജെൻഡർ റോളിൽ നമ്മൾ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ സോക്കോൾഡായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഈ അച്ചടക്കമൊക്കെ. അല്ലാണ്ട് അതിനൊരു ക്ലിയർ കട്ട് ഡെഫിനേഷനൊന്നുമില്ല ഇങ്ങനെ ആവണമെന്നൊന്നും. ഇപ്പോൾ ഒരു സഭയിൽ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ നല്ല നല്ല മിടുക്കരായി, നല്ല നല്ല സ്വഭാവ ശുദ്ധിയുള്ള പെൺകുട്ടികളായി. അത് അവരെ സംബന്ധിക്കുന്ന കാര്യത്തിലായാലും അഭിപ്രായങ്ങളൊന്നും പറയരുത് മുതിർന്നവരിയ്ക്കുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെൺകുട്ടികൾ അവരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജെൻഡർ റോൾസ് ജനറലി പഠിച്ചു പോകുക. അതൊക്കെ ഓരോ കീഴ്വഴക്കങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഫാമിലിയിലെ ജെൻഡർ റോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ട്രഡീഷണലി ഫാമിലിയിൽ പുരുഷന്മാരെന്ത് ചെയ്യും, ജോലി ചെയ്തിട്ട് കാശ് കൊണ്ടുവരും, കുടുംബം നടത്താൻ, കുടുംബത്തിലേക്ക് ചിലവ് ചെയ്യാനുള്ള കാശ് കൊണ്ടുവരും. അവരാണ് ഗൃഹനാഥന്മാർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നാളെ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ തീരുമാനിക്കുന്നതല്ലാണ്ട് മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട് വെക്കണമെങ്കിൽ എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം, കുട്ടീനെ ഏത് സ്കൂളിൽ ചേർക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഈ പുരുഷന്മാരായിരിക്കും. സ്ത്രീകൾ അവിടെ എന്തായിരിക്കും, കെയർ ഗീവേഴ്സ് ആയിരിക്കും. അവർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസൊക്കെ ചെയ്തിട്ട് വീടൊക്കെ മാനേജ് ചെയ്തിട്ട് കുട്ടികളെ നോക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുക, ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീട്ടുജോലികളൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഫാമിലിയിൽ ട്രഡീഷണലി സ്ത്രീകളുടെ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ മോഡേൺ ഫാമിലികളാകുമ്പോൾ കുറച്ചും കൂടെ ഈക്വൽ ആവും. രണ്ടുപേരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുറത്തു പോകും, ജോലി ചെയ്യും, കുറച്ചും കൂടെ ഒരു എക്സ്പോഷനൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പോൾ അവർ പുറത്തു പോയി ജോലി ചെയ്യും, അവർക്ക് രണ്ടുപേർക്കും ഏർണിങ്സ് ഉണ്ടാവും, രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും, കുറച്ചും കൂടെ ഇക്വാലിറ്റി ഉണ്ടാവും. അതേപോലെ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ആ കുട്ടികളുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഒരു PTA മീറ്റിങ്ങിന് അമ്മ പോയാൽ അടുത്ത PTA മീറ്റിങ്ങിന് അച്ഛൻ പോകും. അപ്പോൾ രണ്ടുപേരും മാറി മാറി ലീവ് എടുത്തിട്ട് PTA മീറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും കുട്ടികളെ നോക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ജനറേഷനിൽ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രാത്രി എണീറ്റ് നോക്കുകയാണെങ്കിൽ അച്ഛന്മാർ നീറ്റ് നോക്കും, അവർ ഡയപ്പർ മാറ്റാൻ അച്ഛന്മാർ അറിയുന്നുണ്ടാവും, അവർ കുളിപ്പിക്കാൻ അറിയുന്നുണ്ടാവും. നമ്മുടെ അച്ഛന്മാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഒരു പാർട്ട്ണർ എന്നുള്ളതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അവർ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ മോഡേൺ ഫാമിലീസ് എന്തായി, കുറച്ചും കൂടെയൊക്കെ ഒരു സ്ട്രിക്റ്റ് മെയിൽ ഡോമിനൻസിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ ഒരു ഇക്വാലിറ്റിക്ക്, മുഴുവനായിട്ടും ഇക്വിറ്റി ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചും കൂടെ ഒരു ഈക്വൽ സ്പേസിലേക്ക് മാറുന്നുണ്ട് മോഡേൺ ഫാമിലീസൊക്കെ. ഇനി കാസ്റ്റിലെടുത്തു കഴിഞ്ഞാൽ ജെൻഡർ റോള് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ഹൈറാർക്കികൾക്ക് അനുസരിച്ചിട്ട് ജെൻഡർ റോളുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചില കാസ്റ്റുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല, പുറത്തു പോയി പഠിക്കാൻ പാടില്ല. ഈ പുറത്തു പോയി പഠിക്കാൻ തന്നെ നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് സ്പേസിൽ നമ്മുടെ സറൗണ്ടിങ്ങിലെ സ്കൂള്, കോളേജ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത്. ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജില്ല വിട്ടോ നമ്മുടെ സംസ്ഥാനം വിട്ടോ പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഉണ്ടാവില്ല. അതേപോലെ അവർക്ക് പ്രത്യേകം വസ്ത്രധാരണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ആ രീതിയിൽ വേണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇപ്പോൾ ദളിത് വിമനൊക്കെ ആകുമ്പോൾ അവർ കുറച്ചും കൂടെ വളരെ
സബ്മിസീവായിട്ട് വളരെയധികം അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ദളിത് എന്ന് പറയുന്നത്. അതിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്നവരായിരിക്കും സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യം, അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ ഓപ്പറേഷനൊക്കെ വരും, അടിച്ചമർത്തലുകൾ വരും. പൊതുവെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജാതികളാവുമ്പോൾ അതിൽ പെടുന്ന സ്ത്രീകളെ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനായാലും ജോലിക്ക് പോകാനായാലും ഒരു ഈക്വാലിറ്റിക്കായാലും മൊത്തത്തിലൊരു സമാധാനത്തിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വളരെ റെസ്ട്രിക്റ്റീവായിട്ടുള്ള കാസ്റ്റുകളിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇനി റിലീജിയനിലാവുമ്പോൾ റിലീജിയനും ഇതേപോലെ ജെൻഡർ റോള് പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വുമൻ്റെ റോൾസൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കുന്നതിലും മുഖ്യധാരയിലേക്ക് വരുന്നതിലും, ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ലീഡർഷിപ്പിലേക്ക് വരുന്നതിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റീവായിട്ടുള്ള റിലീജിയൻസ് ഉണ്ട്. ഇപ്പം മാറുന്നുണ്ട്, ട്രഡീഷണലുള്ള ഇതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്തിൽ നിന്നും പെൺകുട്ടികളെ സ്കൂളിൽ കയറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് ഇടാൻ, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത കാലത്ത് നിന്നൊക്കെ കുറേ മാറി. എന്നിരുന്നാലും ഓരോ റിലീജിയനും കാസ്റ്റും ഒക്കെ മാറുന്നതിനനുസരിച്ച് ജെൻഡർ റോളുകൾ മാറുന്നുണ്ട്. ഇങ്ങനെ ഈ റോളൊക്കെ മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക അതിൽ സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ മൈനോറിറ്റികളിൽ പെടുന്ന, എപ്പോഴും ഒപ്രസ്ഡായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങൾ. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെ രീതിയിലാണ്. കുറച്ചും കൂടി ചിലപ്പോൾ വിമനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ലാർജർ സ്കെയിലിലുള്ള ബുദ്ധിമുട്ടുകളും ഡിസ്ക്രിമിനേഷനുകളും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലം തൊട്ടേ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലിബറലാവും സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കരുതാം. നമ്മുടെ ഈ ഒരു വേഗതയിലാണ് അതിൻ്റെ പുരോഗമനമൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കൾച്ചറിൽ എങ്ങനെയൊക്കെയാണ് ജെൻഡർ റോള് എന്നുള്ളതാണ് അടുത്തത്. കൾച്ചറും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ജെൻഡർ റോൾ, ഓരോ ജെൻഡറിനും പറഞ്ഞു വെച്ചിട്ടുള്ള റോള് ഡിഫൈൻ ചെയ്യുന്നതിന് കൾച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി അധികം കേൾക്കുന്നുണ്ട്, സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ പണ്ടൊക്കെ പറയുമല്ലോ, കുട്ടികളുടെ അച്ഛൻ വന്നു അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം വന്നു എന്നേ പറയും. ഭർത്താവിൻ്റെ പേര് പറയില്ല, നമ്മൾ ഭർത്താവിനെ പേരെടുത്ത് വിളിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഭർത്താവ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഇച്ചിൽ പാത്രത്തിലേ കഴിക്കുള്ളൂ, അവരുടെ കാല് തൊട്ട് വന്നിക്കണം. അതൊക്കെയാണ് സ്ത്രീകളുടെ ജോലി. അവരെ എതിർത്ത് പറയില്ല, അവരുടെ മുഖത്തേക്ക് നോക്കില്ല. ഈ മറ്റേ തലയിൽ കൂടെയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ മെയിൽ ഡോമിനൻസ് ആണ് നമ്മുടെ കൾച്ചറിലും പറയുന്ന ആ ഒരു സെറ്റപ്പിൽ വന്നിട്ടാണ് ഉള്ളതാണ്. സ്ത്രീകൾ കുറച്ചും കൂടെ സബ്മിസീവായിട്ട്, ഒബീഡിയൻ്റ് ആയിട്ട്, അവരുടെ കുറച്ചും കൂടെ പാട്രിയാർക്കി ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു കൾച്ചറിലും പറയുന്നത്. വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ പാസ്റ്റിലാവുമ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ റെസ്ട്രിക്റ്റീവായിട്ടുള്ള ഒരു ലൈഫായിരുന്നു പാസ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു എത്ര അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരു ഡിവോഴ്സിന് മുൻകൈ എടുത്തു പോകാൻ അവർക്ക് അവകാശമില്ല. അതേപോലെ പുനർവിവാഹം ചെയ്യാനുള്ള അവകാശം അവർക്കില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് അവിടെയൊക്കെ അവർ മാറ്റങ്ങൾ വന്നു. പക്ഷെ പ്രസൻറ്റിൽ എന്തുണ്ട്, ഇക്വാലിറ്റി ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരും. നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പറയാനും അത് നേടിയെടുക്കാനും ഒക്കെ ഉള്ള നമ്മുടെ ഫ്രീഡം നമുക്ക് ആരും തരികയല്ല. സ്ത്രീകൾക്ക് ഫ്രീഡം തരികയല്ല. നമ്മുടെ ഫ്രീഡം ആരെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരവും അവകാശമുണ്ട്. അതിനുള്ള വിദ്യാഭ്യാസവും ഇന്നത്തെ പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ആവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ആ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. അത് ഈ ജെൻഡർ റോളിൽ നമുക്ക് കാണാൻ പറ്റും. പണ്ടുണ്ടായിരുന്ന പോലെ രാവിലെ നീറ്റ് ചായ എന്നും പറഞ്ഞ് ന്യൂസ് പേപ്പറും പിടിച്ചിരിക്കുന്ന അച്ഛന്മാരെ ഇന്നത്തെ ഒരു കാലത്തിൽ കാണാൻ കുറവായിരിക്കും. അതുപോലെ രാവിലെ നീറ്റ് തൊട്ടിട്ട് രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അടുക്കളയിലായാലും മറ്റു പണികളൊക്കെ ആയാലും മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാരെയും സ്ത്രീകളെയും ഇന്നും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെയും നമുക്ക് കിട്ടുന്ന മറ്റ് എക്സ്പോഷറിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ ജെൻഡർ റോളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ജെൻഡർ റോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഓരോ സമയത്തിനനുസരിച്ച് ഓരോ കൾച്ചറിനനുസരിച്ചിട്ട് ഈ ജെൻഡർ റോളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലുള്ള ജെൻഡർ റോളുകളായിരിക്കില്ല വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കുന്ന അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള ജെൻഡർ റോൾ, ആ ഒരു സൊസൈറ്റിയിലുള്ള ജെൻഡർ റോള്. പിന്നെ ട്രഡീഷണലി ജെൻഡർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോമിനൻസും ഫീമെയിൽ സബോർഡിനേഷനും ആയിരുന്നു ട്രഡീഷണലി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു മോഡേൺ എറയിലേക്ക് എടുക്കുമ്പോൾ, പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് എടുക്കുമ്പോൾ മെയിൽ ഡോമിനൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മെയിൽ ഡോമിനൻസ് ഉണ്ട്. പക്ഷേ ഫീമെയിൽ സബോർഡിനേഷൻ കുറഞ്ഞു, അതിൻ്റെ ഒരു ലെവലും അതിൻ്റെ ഒരു ഡയമെൻഷനും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതേപോലെ മോഡേൺ സൊസൈറ്റി ഈ ചേഞ്ചിങ് ജെൻഡർ റോൾസിനെയൊക്കെ ഇക്വാലിറ്റിയിലേക്ക് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്തിന് ഞാനിത് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ആ വിദ്യാഭ്യാസത്തിൻ്റെ വിവരം ആ കിട്ടുന്ന വിവരമൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ കാണാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുത്, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതേപോലെ പെൺകുട്ടികൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അർഹിക്കുന്നത്, ഐ ഡിസേർവ് ബെറ്റർ എന്നുള്ളത് പെൺകുട്ടികൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ പെൺകുട്ടികൾക്ക് വരാൻ തുടങ്ങി. അതേപോലെ നമ്മുടെ ഫാമിലിയിലായാലും ജാതിയിലും മതത്തിലും കൾച്ചറിലും ഒക്കെ വരുന്ന ജെൻഡർ റോളുകൾ ഓരോ കാലത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ പുരോഗമനങ്ങൾ വരുന്നുണ്ട്, ഇനിയും പുരോഗമനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒന്നും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, ഈ ജെൻഡർ റോള് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, ഡൈനാമിക് ആണ്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഓരോ കൾച്ചറിനും സൊസൈറ്റിക്കും അനുസരിച്ചിട്ട് ഈ ജെൻഡർ റോൾസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ജെൻഡർ റോൾ എന്താണ്, ഇപ്പോൾ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെയുള്ള ഓരോ കൾച്ചർ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ജെൻഡർ റോളുകൾ എങ്ങനെയൊക്കെയാണ്, ട്രഡീഷണലി ഉണ്ടായിരുന്ന ജെൻഡർ റോളുകളും മോഡേൺ ആയിട്ട് ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള ജെൻഡർ റോളുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ വീഡിയോ സ്ഥിരം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് വരുന്ന റെഫറൻസ് ബുക്കുകൾ പ്രധാനമായിട്ടും ശിവരാജൻ സാറിൻ്റെ ബുക്കുകളാണ് റെഫർ ചെയ്യുക. അതാണ് ഞാനും പഠിച്ചു വന്നിട്ടുള്ള ബി.എഡിന്. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ നോട്ടുകൾ ഉണ്ടാവും, നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അതൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗൂഗിൾ ചെയ്താൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ ഇഗ്നോയുടെയൊക്കെ പോലെയുള്ള നോട്ടുകൾ, പിന്നെ ഇപ്പോൾ നമുക്ക് കുറേ AI ടൂൾസ് ഉണ്ടല്ലോ, ChatGPT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിലൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു കോംപ്രിഹെൻസീവായിട്ട് നോട്ട് ഉണ്ടാക്കി ആ നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ PPT ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നോട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. റെഫറൻസ് ബുക്ക് ഏതാണെന്ന് കണ്ടു, അതിനുള്ള ഉത്തരമാണിത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.